ഇവിടെ മുതൽ ഇങ്ങനെ വരികയാണ് നമ്മൾ ഓഫർ. ഈ വീഡിയോ നമ്മൾ 3 നാളെ തന്നെ വാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കമന്റുകൾ നല്ല കിഡിലും കമന്റുകൾ പോകുന്ന ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്റ്റോക്ക് 1000 ദിർഹത്തിന് കൊടുക്കും. ഒരു 1000 ദിർഹത്തിന് ചെറിയ ശമ്പളമുള്ള നമുക്ക് ഇതെല്ലാം സ്വപ്നം മാത്രം എന്ന് പറയുന്നത്. ഇതാ അപ്പൊ മൂപ്പരിക്ക് ഇരിക്കേണ്ട ഒരു വാച്ച് അല്ലെ. ഡിസൈൻ 13 പ്രോ നിങ്ങൾക്ക് സെറാ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഏതെങ്കിലും ഉണ്ട്. നല്ല ഓഫർ പ്രൈസിന് കൊടുക്കാം. ആപ്പിൾ വാറന്റി വിത്ത് ബോക്സ് ഉള്ളുണ്ട്. ഇപ്പൊ വിത്തൗട്ട് ബോക്സ് ഉള്ള സാധനം ഉണ്ട്. നാച്ചുറൽ ടൈറ്റാനിയത്തിലും ഉണ്ട്, അതേമാതിരി ബ്ലൂ കളറിലും ഉണ്ട്. രണ്ടിലുണ്ട്. ഇത് രണ്ടും ആപ്പിൾ വാറന്റി ഉള്ളതാ. ആപ്പിൾ വാറന്റി ഉള്ളത് ആപ്പിൾ 90 ഉണ്ട്, 100 ഉണ്ട്. എല്ലാ സ്റ്റോക്കും മിക്സ് ആണ്. അതില് എല്ലാ സ്റ്റോക്കും മിക്സ് ആണ്. ഓക്കെ, സ്ക്രാച്ച് ഉള്ള സാധനങ്ങൾക്ക് നോക്കാ ഏത് കളറാണല്ലോ, ഏത് കളർ 2 കളർ നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. 14 Pro Max വൈറ്റ് വേണം. അതുപോലെ 6 മാസം വാറണ്ടി ഉള്ള നോൺ ആക്റ്റീവ് ആണ്. ജസ്റ്റ് സുദേവ് കൃഷ്ണക്ക് ഇരിക്കട്ടെ ഒരു വാച്ച് ഇട്ടാ. അപ്പൊ അതാ ഒരു വാച്ച് സുദേവ് കൃഷ്ണക്ക്. അടുത്തത് ആരാ നോക്കാം. കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടി കേട്ടോ. വേറെ ലെവൽ ആപ്പിൾ വാറണ്ടി ഉള്ള ഫോണുകളുടെ വേറെ ലെവൽ സ്റ്റോക്കാണ്. ഇതാ ആപ്പിൾ വാറണ്ടി ഉള്ള സ്റ്റോക്ക്. അതുപോലെ തന്നെ നോൺ ആക്റ്റീവ്, ജസ്റ്റ് ആക്റ്റീവ്, യൂസ്ഡ് വേറെ ലെവൽ ഓഫർ തരാൻ പോണോ. നമ്മൾ സ്വന്തം റീസ്റ്റോറിൽ എത്തിക്കുകയാണ്. ആരുടെ റീസ്റ്റോർ? നമ്മുടെ സ്വന്തം അജ്മൽ ഖാന്റെ റീസ്റ്റോർ. വാ അജ്മൽ ഖാൻ, സുഖല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഫാൻസ് ഫുള്ള് കമന്റ് ആണല്ലോ അജ്മൽ ഖാന്റെ. വേറെ ലെവൽ ഇട്ടാ അജ്മൽ ഖാൻ, വേറെ ലെവൽ സ്റ്റാർ ആയിട്ടാ. റീസ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഓക്കെ, ഇവിടെ ഒരു ഈച്ചോട് ഉണ്ടല്ലോ ഇവിടെ പുറത്തേക്കാൻ. അപ്പൊ അജ്മലെ, നമ്മൾ ഇന്ന് കുറെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ യൂട്യൂബിൽ എന്താ വീഡിയോ എത്തും ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് വീഡിയോ ഒന്ന് കൊടുക്കണം. പട്ടപ്പട്ടേനെ പറഞ്ഞ പട്ടപ്പട്ടേനെ ഫോൺ തന്നെ എന്റെ ഓക്കെ. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ആർക്ക് കമന്റ് ഇട്ട് കൊടുക്കണ്ടേ? കമന്റ് ഇട്ട ചങ്കൾക്ക് നല്ല കിട്ടില്ല വാച്ചല്ലേ. നമ്മളെന്താ വാച്ചിൽ കൊടുക്കാന്ന് പറഞ്ഞു? വാച്ച് കൊടുക്കാൻ 3 വാച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് പറഞ്ഞു. 3 വാച്ച് കൊടുക്കണ്ടോ? അപ്പൊ ഇത് ഈ വീഡിയോയിലും കമന്റ് ഇട്ടോ. കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന നമ്മള് അല്ല അത് ഞാൻ എടുത്തു വെച്ചാണല്ലോ ഇവിടെ പിന്നെയും പോയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ സെർച്ച് ചെയ്യണം എവിടെ. നമ്മുടെ ചെക്കൻ്റെ അപ്പുറത്തും വീഡിയോ ചെയ്തിട്ട് 2 മാസമായിട്ടാ എല്ലാവരും ചോദിക്കുകയാണ്. പോട്ടെ, ഒരുപാട് കമൻറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് നമ്മൾ റീസ്റ്റോറിന്ന് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കമന്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. 2 മാസമായിട്ട് ഇവിടുന്ന് യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇട്ട്. ഇനിയിപ്പോൾ ഡെയിലി എല്ലാ ആഴ്ചയായിട്ട് അതാണ് അജ്മൽ പറയുന്നത്. കൊടുക്കോ? നല്ല ഓഫർ ഉണ്ടോ? ഓഫർ കിട്ടില്ല. ഓഫറാ വാറന്റി പീസിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഉണ്ട്. അതെ, അപ്പൊ നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ ആർക്ക് കമന്റ് ഇട്ട് നോക്കാൻ പോകണം. ആ കമന്റ് ഇട്ടൊന്നും നമ്മളെ 3 നാളെ തന്നെ എടുക്കാൻ പോകണ്ട. ഇതാ അപ്പോൾ ഫസ്റ്റ് കമന്റ് ഇതാണ്. അങ്ങനെ 1 മാസത്തിന് ശേഷം ഇതാ റീസ്റ്റോർ ആൻഡ് BB വ്ളോഗ്സ് ഒത്തുചേർന്നു. സുഹൃത്തുക്കളെ ആഘോഷിക്കുവിൻ, അർമാദിക്കുവിൻ. പക്ഷേ ഈ വീഡിയോ മുഴുവൻ വിശ്വസിക്കാനാണ് പറഞ്ഞത്. വിശ്വാസം അതല്ലേ എല്ലാം. പിന്നെ BB മച്ചാൻ പറഞ്ഞതല്ലേ വെറുതെ ആവില്ല എന്ന്. കിട്ടിക്കട്ടെ 10 ലൈക്ക് കൊണ്ടിടാം. നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഡെലിവറി കൊടുക്കുക. ഡെലിവറി ഇതാ നമ്മുടെ ഡെലിവറി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടുക്കുമ്പോൾ ഡെലിവറി ഇവിടുന്ന് എല്ലാവിടേക്കും ഡെലിവറി ഉണ്ട്. ഡെലിവറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ വെച്ചാൽ ഇതാ. അപ്പോൾ ആരെ പറഞ്ഞതെന്ന് അറിയാം? സുദേവ് കൃഷ്ണക്ക് ഇരിക്കട്ടെ ഒരു വാച്ച് ഇട്ടാ. അപ്പോൾ അതാ ഒരു വാച്ച് സുദേവ് കൃഷ്ണക്ക്. അടുത്തത് ആരാ നോക്കാം. നല്ല അടിപൊളി കമന്റ് ഒരുപാടുണ്ട് കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഫോണിൽ നല്ല നീറ്റ് ഐറ്റവും ഉണ്ട് കേട്ടോ. വാറണ്ടിയിലും എടുക്കാൻ വരുന്ന ഷോപ്പാണ് അജ്മലിക്കയുടെ സ്വന്തം റീസ്റ്റോർ മൊബൈൽ എന്ന് പറയുന്നത്. 13 ലൈക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് റീപ്ലൈ കമന്റുകൾ ആയിട്ടുണ്ട്. അജ്മലിക്ക ഉള്ള ഫോണുകൾ നീറ്റ് ആൻഡ് ക്ലീൻ, അതുപോലെ വാറണ്ടി ഉണ്ടെന്ന് പറയുന്നത്. ആരാന്നറിയത്? ഒരു ചാർജില്ലല്ലോ. കേട്ടോ, ബ്രദേഴ്സ് വ്ളോഗ്സ് എന്ന് പറഞ്ഞ ടീമാട്ടാ. അപ്പൊ ബ്രദേഴ്സ് വ്ളോഗ്സിന് ഇരിക്കട്ടെ ഒരു വാച്ച്. അപ്പൊ 2 വാച്ചായില്ലേ? വരട്ടെ. വേറൊരാൾ പറയുന്നുണ്ട് 19 ഒരുപാട് കമന്റ് ഇട്ട് നോക്കി. നോ രക്ഷ, ചെറിയ ശമ്പളമുള്ള നമുക്ക് ഇതെല്ലാം സ്വപ്നം മാത്രം എന്ന് പറയുന്നത്. ഇതാ അപ്പൊ മൂപ്പരിക്ക് ഇരിക്കേണ്ട ഒരു വാച്ച് അല്ലെ. ഡിസൈൻ ജോർജ് പ്ലേ ബോയ് 1318 എന്നൊക്കെയുള്ള ഐഡിയ ഉണ്ട്. അപ്പോൾ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നല്ല കിടിലൻ കമന്റ് ഇട്ടോ. ഈ വീഡിയോയിൽ നമ്മൾ 3 പേരെ തരുന്ന നല്ല കിടിലൻ സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അല്ലേ? പൊളിച്ചെടുക്കുക. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, തുടങ്ങിയാലോ? ഏതാണ് ഫസ്റ്റ് കൊടുക്കുക? ഫസ്റ്റ് നമുക്ക് കുറച്ച് വാറന്റി പീസ് ഉണ്ട്. വാറന്റി പീസ് ഇത് തന്നെ പറഞ്ഞ ആദ്യം ആപ്പിൾ വാറന്റി ഉള്ള 15 Pro Max 15 Pro. ഓക്കെ, 15 Pro Max നാച്ചുറൽ ടൈറ്റാനിയത്തിലും ഉണ്ട്, അതേമാതിരി ബ്ലൂ കളറിലും ഉണ്ട്. ഇത് രണ്ടും ആപ്പിൾ വാറന്റി ഉള്ളതാ. ആപ്പിൾ വാറന്റി ഉള്ള സ്റ്റോക്ക്. ആപ്പിൾ വാറന്റി വിത്ത് ബോക്സ് ഉള്ളുണ്ട്. ഇപ്പൊ വിത്തൗട്ട് ബോക്സ് ഉള്ള സാധനം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ പ്രൈസ് നമ്മൾ പറഞ്ഞുതരാം. ആപ്പിൾ വാറന്റി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ വാറന്റി ഇല്ലാത്ത നോൺ ആക്റ്റീവ് ആണെങ്കിൽ നോൺ ആക്റ്റീവ്, ജസ്റ്റ് ആക്റ്റീവ് ആണെങ്കിൽ ജസ്റ്റ് ആക്റ്റീവ്, നോൺ ആക്റ്റീവ് ഉണ്ട്. നോൺ ആക്റ്റീവ്, ജസ്റ്റ് ആക്റ്റീവ് ഇതെല്ലാം പ്രൈസ് നല്ല കിട്ടില്ലായിട്ട് നമ്മൾ പറഞ്ഞു തരും. അപ്പൊ ആദ്യം നമ്മൾ ഈ സാധനമാണ് 15 Pro ആട്ടാ. ഇത് എത്ര GB? ഫിസിക്കൽ ഡുവൽ സിം ആണ്. 98% ബാറ്ററി. 98% ബാറ്ററി, ഫിസിക്കൽ ഡുവൽ സിം ആണ്. 7 മാസത്തെ ആപ്പിൾ വാറന്റി ബാലൻസ് ഉണ്ട്. ഇവന്റെ മുത്ത് എത്രയ്ക്ക് കൊടുക്കാം? നമുക്കിത് 3200 കൊടുക്കാം.
3200 ദിർഹത്തിന് നീറ്റ് സാധനം കിട്ടും. എത്ര GB? 256 GB. 256 GB 2 സിം ഇടാൻ പറ്റിയ നേരി സാധനം. ഓക്കെ, ഒന്ന് കൊടുക്കട്ടെ. ഇതും സെയിം നാച്ചുറൽ ടൈറ്റാനിയം TRS സ്പെക്. ഓക്കെ, TRS സ്പെക്. ഓക്കെ, നാച്ചുറൽ ടൈറ്റാനിയം സാധനം. കേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എത്ര GB? അതും 256 സെയിം പ്രൈസിന് കൊടുക്കാം നമുക്ക്. 256 GB ആണ് മച്ചന്മാരെ. ഇതും ഇത് എത്ര ബാറ്ററി പെർസെന്റേജ്? അത് 100 ഉണ്ട്. 100 ബാറ്ററി പെർസെന്റേജ് ഉള്ള സാധനം മച്ചന്മാരെ. ഇതും വിത്ത് ബോക്സ് പീസുകൾക്ക് നല്ല കിട്ടിലും പ്രൈസിൽ. എത്ര പ്രൈസ് പറഞ്ഞേ? അത് നമുക്ക് 3200 കൊടുക്കാം. 3200 പിടിക്ക് മൊത്തം. എത്ര മാസം വാറണ്ടി? അത് 5 മാസം 6 മാസം ഒക്കെ മിക്സ് ആണ് വാറണ്ടി. 5 മാസം 6 മാസം വാറണ്ടി ഉണ്ട്. അതേപോലെ 15 Pro Max ആപ്പിൾ വാറണ്ടി ഉള്ളത് 3300 ദിർഹംസ്. വെറും 3300 ദിർഹം വിത്ത് ആപ്പിൾ വാറണ്ടി അടക്കം മച്ചന്മാരെ. ഇനിയിപ്പോ യൂസ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 3200 ദിർഹംസിന് നമുക്ക് 15 Pro Max കൊടുക്കാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ എത്ര മാസം വാറണ്ടി ഉണ്ട് ആപ്പിൾ വാറണ്ടി? ഇതാവുമ്പോ 6 മാസത്തോളം ആപ്പിൾ വാറണ്ടി. 6 മാസം ആപ്പിൾ വാറണ്ടി ഉള്ള സാധനമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര പെർസെന്റേജ് ബാറ്ററി ഉണ്ടാവും ഏകദേശം? ബാറ്ററി ഇത് 98% ആണ് ബാറ്ററി. 98% ഉണ്ടാവും മച്ചന്മാരെ. അല്ല, നീറ്റ് സാധനം. ഇത് ആപ്പിൾ വാറണ്ടി ബാക്കിയുള്ളത് 3300 അല്ലേ? 3300 കൊടുക്കാം. ഓഫർ പ്രൈസ് ആണ് ഇത്. 15 Pro Max 3300 ദിർഹത്തിന് മച്ചന്മാരെ കിട്ടണം. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞോ? ആദ്യം നമ്മൾ പറഞ്ഞിട്ടില്ല. 15 Pro Just Active ഈ മൂന്നും ജസ്റ്റ് ആക്റ്റീവ്. അതായത് ആപ്പിൾ വാറണ്ടി ഇല്ല. അതായത് ആപ്പിൾ വാറണ്ടി ഇല്ല, പക്ഷേ ഷോപ്പ് വാറണ്ടി നമുക്ക് 6 മന്ത് റീപ്ലേസ്മെന്റ് ആയിട്ട് കൊടുക്കാം. 6 മാസം വാറണ്ടി ഉള്ള നോൺ ആക്റ്റീവ് ആണ്. ജസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഫോണാണ് കേട്ടോ. ജസ്റ്റ് ആക്റ്റീവ് വന്ന നോൺ ആക്റ്റീവ് 10 പ്രാവശ്യം അതിന്റെ ഉള്ളിലൊക്കെ ചാർജിങ് ചെയ്ത സ്റ്റോക്ക് ആണ് അത്. അതെ, നോൺ ആക്റ്റീവ് വന്ന ജസ്റ്റ് ആക്റ്റീവ് വന്ന ഡൗട്ട് ഉണ്ടാവും. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ ജസ്റ്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം ചാർജ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ആ ചാർജിങ് മാത്രമേ ചെയ്തുള്ളൂ, അല്ലാതെ ഉപയോഗിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളായിരിക്കും ആദ്യം സിം ഇട്ട് യൂസ് ചെയ്യുന്ന സാധനം. ലൈക്ക് ബ്രാൻഡ് ന്യൂ ആണ് ജസ്റ്റ് ആക്റ്റീവ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പ്രൈസും കുറവാണ്. 256 GB 2 കളർ, ഏത് കളർ വേണമെങ്കിലും കിട്ടും. ആപ്പിൾ വാറണ്ടി ഇല്ല, ഷോപ്പ് വാറണ്ടി ഉണ്ട്, റീസ്റ്റോർ ഉണ്ട് അല്ലേ? നമുക്ക് 6 മാസത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കാം. 6 മാസം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ 6 മാസത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടികൾ യൂസറോ നോൺ ആക്റ്റീവോ ഏതെടുത്താലും റീപ്ലേസ്മെന്റ് വാറണ്ടി ആയിട്ടാണ് റീസ്റ്റോർ തരുന്നത്. ഓക്കെ, ഡൺ. പറഞ്ഞോ, എത്ര പൈസ നമ്മൾ പറഞ്ഞില്ല? 3050 റംസിന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 3100 ഇട്ട്, പ്രാവശ്യം നമുക്ക് 3050 കൊടുക്കാം. പിടിക്ക്. വെറും 3050 ദിർഹത്തിന് 15 Pro 256 ജസ്റ്റ് ആക്റ്റീവ് 3050 ദിർഹത്തിന് യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2850 യൂസർ കുത്ത് നീറ്റ് ആൻഡ് ക്ലീൻ 85 above 90 above ബാറ്ററി മിക്സ്. അത് അയക്കാത്ത പീസ് കിട്ടാം. 85-90 above ബാറ്ററി ഉള്ള സാധനം, അയക്കാത്ത സാധനം, നല്ല കിടില സാധനം. എത്ര കൊടുക്കാം? യൂസ് ആണെങ്കിൽ 2900 യൂസർ കൊടുക്കാം. 2900 നീറ്റ് ആൻഡ് ക്ലീൻ സ്റ്റോക്ക്. ഓക്കെ, 2900 നീറ്റ് ആൻഡ് ക്ലീൻ ആയാലും. ഇപ്പൊ കുറച്ച് സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലോ 200 രൂപ കുറയും, 150 കുറയും, 100 കുറയും. പല പ്രൈസിനും നമുക്ക് സാധനം കൊടുക്കാം, പ്രശ്നമല്ല. ജെന്യൂൻ പാർട്ട് ഉള്ളതുണ്ട് 2500 കൊടുക്കാം. ജെന്യൂന് ആപ്പിളിന് ഡയറക്റ്റ് മാറ്റിയത് 15 Pro 2500 കൊടുക്കാം. അതെ അതെ, അങ്ങനെ കൊടുക്കാം. പക്ഷെ നമ്മള് അത് പറഞ്ഞാൽ മാത്രം നമ്മൾ എടുത്തു കൊടുക്കുള്ളൂ. നമ്മളിവിടെ സ്റ്റോക്ക് വെച്ചിട്ട് പെൻഡിങ് ആക്കൂല. അതെ, അപ്പൊ അതാണ്ട് ഏതൊരു ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ആരൊക്കെ കമന്റ് അടിച്ചിട്ട് ചെറിയ പീസ് എക്സസ് പോലുള്ള സാധനങ്ങളൊക്കെ സ്ക്രാച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു അതൊക്കെ ഉണ്ടോ അങ്ങോട്ട്? എക്സസ് നമുക്ക് 500, 550, 600 റേഞ്ചേ വരുന്നുള്ളൂ. എക്സസ് ഇപ്പൊ എക്സ് ആണെങ്കിലും 500, 500, 600 ആ റേഞ്ചിലേ വരുന്നത്. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സാധനം കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത് 15 Pro Max ഉണ്ടോ? 15 Pro Max ഉണ്ട്. യൂസ്ഡ് 15 Pro Max യൂസറാ. അപ്പൊ ഇത് നോൺ ആക്റ്റീവും ജസ്റ്റ് ആക്റ്റീവും വരുന്നില്ല? ജസ്റ്റ് ആക്റ്റീവ് ഉണ്ട്, നമ്മൾ കാണിച്ചല്ലോ. ഇത് ആപ്പിൾ വാറണ്ടി ഉള്ള Pro Max ജസ്റ്റ് ആക്റ്റീവ്. ജസ്റ്റ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ 3300 ആ റേഞ്ചിന് കൊടുക്കാം. മാക്സ് നോൺ ആക്റ്റീവും ജസ്റ്റ് ആക്റ്റീവും വരുന്നുണ്ട്. ജസ്റ്റ് ആക്റ്റീവും യൂസറുണ്ട്. നോൺ ആക്റ്റീവ് ഉണ്ടാവില്ല, ജസ്റ്റ് ആക്റ്റീവ് ഉണ്ട്. അപ്പൊ ഇത് യൂസറാണോ ജസ്റ്റ് ആക്റ്റീവാ? അത് യൂസറാണ്. യൂസർ. അപ്പൊ യൂസറിന് എന്ത് പ്രൈസ് വരുന്നുണ്ട്? എന്ത് ബാറ്ററി പെർസെന്റേജ്? 250 റംസിന് നമുക്ക് 90 above 94 above 95 above ബാറ്ററി നമുക്ക് കൊടുക്കാം. 3250 ദിർഹത്തിന് 15 Pro Max എത്ര GB മൊത്തം? അത് 256 256 GB ആട്ടോ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് യൂസർ. ഇതേ സാധനം ജസ്റ്റ് ആക്റ്റീവ് ആണെങ്കിലോ? ഇതേ സാധനം ജസ്റ്റ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ 200 രൂപ ഡിഫറൻസ് വരുള്ളൂ. 200 അവർക്ക് ചൂസ് ചെയ്യണം നല്ലേ ചൂസ് ചെയ്യണത് അല്ലേ? ഓക്കെ, അപ്പോൾ മച്ചാമാരെ ഇതിന്റെ ജസ്റ്റ് ആക്റ്റീവ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കി വെച്ചോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള 6 മന്ത് വാറണ്ടി അടക്കമാണ് നിങ്ങൾക്ക് ഈ ഒരു സാധനം തരുന്നത്. ഓക്കെ, ഡൺ. അപ്പോൾ 50 സീരീസ് എല്ലാം കഴിഞ്ഞു. അതെ, 256 GB ആണ് നമ്മൾ പറഞ്ഞത് 15 Pro Max ഉള്ളിൽ. എന്നാൽ 256 GB. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പൊ 512 GB 1 TB ഒക്കെ ഉണ്ട് അങ്ങോട്ട്? 512 1 TB ഉണ്ട്. 512 ആണെന്നുണ്ടെങ്കിൽ 3500 ദിർഹംസ് ആ റേഞ്ച്. പ്രത്യേകിച്ച് 512 GB ആണെങ്കിൽ 3500 3500 ആണ് 15 Pro Max വരുന്നത്. യൂസറിനാണോ? യൂസർ. ഓക്കെ, 1 TB ആണെങ്കിലോ? 1 TB ആണെന്നുണ്ടെങ്കിൽ 3700 ദിർഹംസ് ആ പ്രൈസ് വരും. അതെ, 3700 ആണ്. കുറഞ്ഞാണല്ലേ?
നമ്മൾ Y12 ആണ് 3700 കൊടുത്തിരുന്നത്. ഇപ്പൊ സ്ഥാനത്ത് 1 TB കൊടുക്കണം. അപ്പോൾ മച്ചന്മാരെ 3700 1 TB 15 Pro Max വരുന്നുണ്ട്. ഓക്കെ 1 TB നിങ്ങൾ കിട്ടും. ഓക്കെ ഡൺ. അടുത്ത് നമുക്ക് 14 സീരീസ് പോയാലോ? ഓക്കെ 14 സീരീസ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ യൂസിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 15 Pro 256 പറഞ്ഞത്, 15 Pro 256. അപ്പോൾ ഇതിന്റെ 512 GB ആണെങ്കിൽ എത്ര വരും? 1400 dirhams 512 GB, 3400 dirham 512 GB വരും കേട്ടോ മച്ചന്മാരെ. ഓക്കെ ഡൺ. അടുത്ത് അതേപോലെ ഇതിന്റെ 1 TB ഉണ്ട്. ഇതിന്റെ 1 TB വരവ് കുറവാണ്, വന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോ ഇതുവരെ കൊടുത്തിരുന്ന പ്രൈസ് ഒരു 36,600. ഓക്കെ, അപ്പോൾ 1 TB പ്രൈസ് കൂടെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഏത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് സാധനം ഇവിടെ എത്തിക്കും കേട്ടോ മച്ചന്മാരെ. ഓക്കെ ഡൺ. അടുത്ത് അപ്പോൾ അതേപോലെ നമുക്ക് 40 സീരീസ് പോവാം. 40 സീരീസ് പോവാം. 14 Pro Max തന്നെ. Pro Max 512 1 TB, അതായത് എല്ലാ സ്റ്റോക്കും ഉണ്ട്. എല്ലാം ഉണ്ട്. 512 GB ഇതാ 14 Pro Max നിങ്ങൾക്ക് വേണ്ടിയിട്ട് 256 512 1 TB. അത് സീറോ സ്ക്രാച്ച്, അത്ര നീറ്റാ. ഈ അടക്കം ഏറ്റവും ടോപ്പ് സ്റ്റോക്ക്. അത് മട്ടയ്ക്ക് കേട്ടോ, സീറോ സ്ക്രാച്ച് ഉള്ള സാധനങ്ങൾക്ക് നോക്കാതാ. ഏത് കളറാണല്ലോ, ഏത് കളർ, 2 കളർ നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. 14 Pro Max വൈറ്റ് വേണോ അത് ബ്ലാക്ക്? ബ്ലാക്ക്. വൈറ്റ് വേണോ ബ്ലാക്ക് വേണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നല്ല നരി സീറോ സ്ക്രാച്ച് ആയിട്ടുള്ള 14 Pro Max 256 GB നിങ്ങൾക്ക് വേറെ ലെവൽ പ്രൈസിൽ. എത്രയ്ക്ക് മൊത്തം 14 Pro Max നമുക്ക് 2500 മുതൽ സ്റ്റോക്ക് ഉണ്ട്. പിടിക്ക് 2500 തരും മുതൽ സ്റ്റോക്ക്. ബാറ്ററി ഡിപ്പെൻഡ് ആക്കിയിട്ടാ. 80 എബോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2500 കൊടുക്കാം. 2580 എബോ. ഓക്കെ, അതേപോലെ 85 എബോ ഉണ്ടെന്നുണ്ടെങ്കിൽ 2600 കൊടുക്കാം. 2600. ഓക്കെ, 90 എബോ ആണെന്നുണ്ടെങ്കിൽ 2700. അപ്പൊ ഈ പറഞ്ഞ ഈ ഇതിലൊക്കെ എത്ര പെർസെന്റേജ് അതൊക്കെ മിക്സ് ആണ്. 85 എബോ ഉണ്ട്, 83 ഉണ്ട്, 90 എബോ ഉണ്ട്, 100 ഉണ്ട്. എല്ലാ സ്റ്റോക്കും മിക്സ് ആണ്. അതില് എല്ലാ സ്റ്റോക്കും മിക്സ് ആണ്. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത് ഇതിപ്പോ 83 ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ എങ്ങനെയാണ് ഇത് ഇത്രയും 83% ഇതേപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, 90 ഇത്ര അപ്പൊ യൂസ് ചെയ്യുമ്പോൾ വ്യത്യാസം നമ്മൾ ചെക്ക് ചെയ്ത് എടുക്കണാണ്. ഇതിൽ സ്ക്രാച്ച് ഉള്ളതും വരുന്നുണ്ട്. 83 ഒക്കെ ആകുമ്പോൾ ചെറിയ മൈനർ സ്ക്രാച്ച് ഒക്കെ ഉണ്ടാവും. അതായത് ചെറിയ മൈനർ സ്ക്രാച്ച്. ഇപ്പൊ ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു മൈനർ സ്ക്രാച്ച് യൂസ് ചെയ്തതിന്റെ ഒരു ചെറിയ പഴക്കം. അത്രേ ഉള്ളൂ അല്ലേ? അല്ലാണ്ട് വേറെ നമ്മൾ ചെക്ക് ചെയ്ത് എടുക്കുന്നോണ്ടാണ്. അതിൽ പല സ്റ്റോക്ക് വരുന്നുണ്ട്, സ്ക്രാച്ച് ഉള്ളതും സ്ക്രാച്ച് ഇല്ലാത്തതും പല സ്റ്റോക്ക് വരുന്നുണ്ട്. ചെക്ക് ചെയ്ത് എടുക്കാന്ന് മാത്രം. ഓക്കെ, അപ്പൊ ആ കാര്യത്തിൽ ഒരു ഡൗട്ട് വേണ്ട. ഓക്കെ ഡൺ. അടുത്ത അടുത്ത് നമുക്ക് 14 Pro Max കഴിഞ്ഞു. 14 Pro എടുത്തോ? Pro പറഞ്ഞിട്ടില്ല. 14 Pro യിലേക്ക് പോകണം. ഓക്കെ, 14 Pro 256 യൂസ്ഡ് 256 GB 14 Pro യൂസർ. സാധനം നോക്കി നിങ്ങൾ യൂസർ ആണെങ്കിൽ സാധനം നോക്കി. 90 എബോ ബാറ്ററി നല്ല ക്ലീൻ സ്റ്റോക്കാ. 90 എബോ എ പ്ലസ് സ്റ്റോക്ക്. എ പ്ലസ് സ്റ്റോക്ക്. 2300 നമുക്ക് 90 എബോ പിടിക്കുക. 2300 ദിറത്തിന് ആരത് മേടിക്കുന്നുണ്ടാ? അവരുടെ സ്റ്റോറി ഇട്ടുള്ളതുണ്ട് കേട്ടോ. ഓക്കെ, സ്റ്റോറി ഞങ്ങൾ ഭയങ്കര മറക്കുന്നുണ്ട്. ഓക്കെ ഡൺ. അതേപോലെ 512 കൊട്ടിക്ക് 512 14 Pro ജസ്റ്റ് ആക്റ്റീവ് ആണ്. ജസ്റ്റ് ആക്റ്റീവ് നമുക്ക് ഇതിൽ യൂസറും ഉണ്ട്, ജസ്റ്റ് ആക്റ്റീവ് ഉണ്ട്. യൂസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2400 കൊടുക്കാം. 2400 യൂസർ 256. ഓക്കെ, ബാറ്ററി. പിന്നെ അതേപോലെ നോൺ ആക്റ്റീവോ? നോൺ ആക്റ്റീവ് അല്ല, ജസ്റ്റ് ആക്റ്റീവ് ഉണ്ട്. ജസ്റ്റ് ആക്റ്റീവ് ഒരു 4-5 പീസോളം സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ആക്റ്റീവ് 14 Pro എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 14 Pro നമുക്ക് 2600 256 സോറി 2500 കൊടുക്കാം. 256 500 100 രൂപ അജിമിലൊക്കെ വീണ്ടും കുറച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2500 2500 ദിർഹത്തിന് നിങ്ങൾക്ക് 14 Pro ജസ്റ്റ് ആക്റ്റീവ് 256 GB ഇട്ടു. ഇതിന് 512 വരുന്നുണ്ടോ? ഇതിന്റെ 512 നമ്മൾ കാണിച്ചല്ലോ. 500 കാണിച്ചു. 14 Pro കാണിച്ചു. യൂസർ കാണിച്ചു. ജസ്റ്റ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റെഡി സ്റ്റോക്ക് ഇല്ല. സാധനം വരികയാണെന്നുണ്ടെങ്കിൽ 2700 പ്രൈസ്. അതെ, അപ്പൊ അതുകൊണ്ട് നോക്കാം. ജസ്റ്റ് ആക്റ്റീവിന്റെ 512 GB പ്രൈസ്. ഓക്കെ, ഇതേതാ? യൂസറാണ് 85 എബോ ബാറ്ററി ഉള്ളൂ. 85 എബോ. ഓക്കെ, ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2200 ദിർഹംസിന് കൊടുക്കാം. 2200 ദിർഹത്തിന്. ഇപ്പൊ ഇവിടെയുള്ള ഷോപ്പിലുള്ള എല്ലാം ഞങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓഫർ ഇപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇട്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ വന്ന് മേടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഡെലിവറി എല്ലാം അവിടെ ഉണ്ട്. ഓൾ GCC ഡെലിവറി ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ഇരുന്ന് എവിടെ നിന്ന് മേടിക്കുക. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയണം എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇത്തിരി വൈകിയ കാണണമെങ്കിൽ നിങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം എന്താ ഓഫറിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സാധനം കിട്ടുട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഓഫേഴ്സ് ഒക്കെ നിലവിലൂടെ ഉണ്ട്. വീഡിയോ ഇട്ട 2 ദിവസത്തിനുള്ളിൽ തന്നെ വന്ന് മേടിക്കാൻ ശ്രമിക്കുക. ഓക്കെ ഡൺ. നെക്സ്റ്റ് അതെ എത്ര ഞാൻ പറയാം. 12 നമുക്ക് കിട്ടില്ല പ്രൈസ് ഓഫർ കൊടുക്കാം. കിട്ടില്ല. അജ്മൽ ഖാന്റെ പുതിയ പ്രൈസ്. അജ്മൽ ഖാൻ എത്ര കൊടുക്കുക? നല്ല സ്റ്റോക്ക് കേട്ടോ. നല്ല 85 83 ഒക്കെ ഉള്ള നല്ല സ്റ്റോക്ക്. 83 1000 ദിർഹംസിന് നമുക്ക് 128 ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്റ്റോക്ക്. 1000 ദിർഹത്തിന് കൊടുക്കും. ഒരു 1000 ദിർഹത്തിന് നിങ്ങൾക്ക് 12 അല്ലേ? iPhone 12 128 GB കേട്ടോ. ഓക്കെ നെക്സ്റ്റ്. അപ്പൊ ഇതിന്റെ 256 512 എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ 256 ഇതിലൊരു പീസ് ഉണ്ട്. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? 256 നമുക്ക് ഇത് നമുക്ക് 1100 കൊടുക്കാം. പിടിക്കുക. 100 ദിർഹം വ്യത്യാസമുണ്ടോ? വെറും 100 ദിർഹം. ഇതൊരൊറ്റ പീസുള്ള 256 128 2-3 പീസുണ്ട് മച്ചാമാരെ. ഇതാ 1100 ദിർഹത്തിന് iPhone 12 128 GB നിങ്ങൾക്ക് നല്ല നീറ്റ് ആൻഡ് സാധനം നല്ല ഡബിൾ പ്ലസ് സാധനം കിട്ടും. അതേമാതിരി 12 Pro ഇപ്പൊ സ്റ്റോക്ക് കുറവാണ്. കഴിഞ്ഞ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു, പറപ്പിച്ചിരുന്നു. 12 Pro പറപ്പിച്ച സാധനം ആ പ്രൈസിന് തന്നെ കൊടുക്കുക. എത്ര കൊടുക്കാം? നമുക്ക് 1299 നമുക്ക് 12 Pro 256 കൊടുക്കാം. ഇത് 512 GB ആണ്. ഇത് 1400 ദിർഹംസ് 450 ദിർഹംസിന്
കൊടുക്കാം. ഇത് കൊടുക്കാം. ഓക്കെ, അപ്പൊ രണ്ട് പ്രൈസ് പറഞ്ഞ ഇത് 120 പൈസ 256 നമ്മൾ പറഞ്ഞു 1100 അപ്പൊ 128 1100 1100 256 ആണെന്നുണ്ടെങ്കിൽ 1299. ഓക്കെ 512 1400. ഓക്കെ 3 പ്രൈസും 12 പ്രോ സീരീസിന്റെ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ ഡൺ. ഇതെല്ലാം യൂസ്ഡ് ആണല്ലോ അല്ലേ? ഇതിന്റെ ബാറ്ററി പെർസെന്റേജ് എത്ര വരും? ഇതിന്റെ ബാറ്ററി ഒരു 85 എബോ ഒക്കെ ഉണ്ടാവുള്ളൂ. പഴയ മോഡലാണല്ലോ, യൂസ്ഡ് ആയിട്ട് വരുന്നത്. ഓക്കെ ഡൺ. അടുത്ത നമ്മൾ കൊടുക്കുക. പിന്നെ അതേപോലെ 13 പ്രോ പറഞ്ഞിട്ടില്ല അല്ലേ? 13 പ്രോ കൊടുക്കും നമുക്ക്. 13 പ്രോ നല്ല ഗ്രീൻ കളർ. 13 പ്രോ നല്ല സ്റ്റോക്ക് ഇതാ ഗ്രീനോ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത്? 13 പ്രോ നിങ്ങൾക്ക് സെറാ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഏതെങ്കിലും ഉണ്ട്. നല്ല ഓഫർ പ്രൈസിന് കൊടുക്കാം. 1700 ദിർഹംസിന് നമുക്ക് 13 പ്രോ യൂസ്ഡ് കൊടുക്കാം. നമുക്ക് 1700 ദിർഹത്തിന് 13 പ്രോ യൂസ്ഡ്. ഓക്കെ എത്ര പെർസെന്റേജ് ബാറ്ററി ഉണ്ടാവും? 85 എബോ ബാറ്ററി. 85% ബാറ്ററി ഉള്ള സാധനം മച്ചമാരെ നിങ്ങൾക്ക് തരുന്നത് നമ്മൾ. അതേപോലെ അതിലിപ്പോ നമുക്ക് 90+ ആണെന്നുണ്ടെങ്കിൽ 1800 ദിർഹംസിന് 90+ കൊടുക്കാം. അത് A+ കണ്ടീഷൻ, ക്ലീൻ കണ്ടീഷൻ. A+ കണ്ടീഷൻ ഉണ്ടാവും, നേരെ ലെവൽ സാധനം. ഓക്കെ ഡൺ. അപ്പൊ രണ്ടും പറഞ്ഞു നമ്മള് 13 പ്രോ. ഓക്കെ അപ്പൊ 13 പ്രോ ഇനി നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റിയ സാധനം 128 13 പ്രോ മാക്സ്. അതും TR ഒക്കെ സെയിം ആണ്. TR 91% ബാറ്ററി ഹെൽത്ത് ഉണ്ട്. 91% ബാറ്ററി ഹെൽത്ത് ഉള്ള സാധനം 128 GB. സ്പെഷ്യൽ പ്രൈസ് എത്ര കസ്റ്റമറിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് 1750 കൊടുക്കാം. പിടിക്ക് 1750 തരത്തിന് ആദ്യം വരുന്ന ആൾക്ക് ഈ ഒരു ഓഫറിൽ സാധനം കിട്ടും. ഒറ്റ പീസ് ലാലേട്ടൻ പറഞ്ഞത് രണ്ടാമത് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് അടുത്ത ആളാവും. പക്ഷെ ഇത് ആദ്യം വരുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. വെറും 1750 തരത്തിന് 128 13 പ്രോ മാക്സ്. ഓക്കെ പിന്നെ നമുക്ക് 13 ഐഫോൺ 13 അത് കാണിച്ചു ഇവിടെ മുതൽ ഇതാ ഈ സാധനം നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവിടെ മുതൽ ഇങ്ങനെ വരികയാണ് നമ്മൾ ഓഫർ. ഇതെല്ലാം ഓഫർ ആട്ടോ, അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അതേപോലെ ഐഫോൺ 13 എത്ര കൊടുക്കും നമ്മള്? ഐഫോൺ 13 നമുക്ക് 1350 13 കൊടുക്കാം. ഐഫോൺ 13 1350 തരത്തിനുണ്ടാ. അല്ല നരി സാധനം വെച്ചാൽ വരെ നോക്ക് സാധനം നോക്കുക നരി. അപ്പൊ ഇത് കൊടുക്കും 128 GB അല്ലേ? 128 GB ഇത് ഐഫോൺ 13 കൊടുക്കും കേട്ടോ മച്ചാൻ. ഓക്കെ ഡൺ. അപ്പൊ ഒരു ഇതെല്ലാം കൊടുത്തു നമ്മൾ കൊടുത്തു. നമുക്ക് 11 സീരീസിലാണ് ഒരു 11 ഉണ്ട്. 120 GB ആണ്. നമുക്ക് കൊടുക്കാം 800 ദിർഹംസിന് നമുക്ക് കൊടുക്കാം. 800 ദിർഹത്തിന് 128 GB ഇത് ഐഫോൺ 11 നിങ്ങൾക്ക് തരട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വേറെ എന്താ ചോദിക്കാമെന്ന് ചോദിച്ചാൽ എവിടെയാണ് നമ്മുടെ കടയുടെ ലൊക്കേഷൻ? നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അവർക്ക് ബസ്സിന് വരികയാണെന്നുണ്ടെങ്കിൽ മെട്രോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു സ്റ്റോപ്പാണ് അൽ ഖുബൈബ മെട്രോ സ്റ്റേഷൻ ബസ് സ്റ്റേഷന്. അവിടെ ഇറങ്ങിയിട്ട് ബസ് സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ആ മദീനയുടെ ലൈനിൽ അവരിവിടെ തിരി വിളിച്ചോട്ടെ. അതായത് ഗുബൈബ മെട്രോ ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുക. ഉള്ളിൽ കഴിഞ്ഞ് ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കാണും. ന്യൂ പെൻസിൽ ഹോട്ടൽ അല്ലേ അപ്പുറത്ത്? ലാലേട്ടൻ പറഞ്ഞാൽ മതി അല്ലേ? അല്ല ഏത് ന്യൂ പെൻസിലല്ലേ അത്? ന്യൂ പെൻസിൽ അല്ല മറ്റേ ഹാപ്പി ഹലോ സിനിമയിലെ നീ ഏത് ബാറിന് മുമ്പിലാണ് ചോദിച്ചാലേ ന്യൂ പെൻസിൽ ഹോട്ടലിൻ്റെ അപ്പുറത്ത്. അത് ചോദിച്ചാൽ അടുത്തായിരിക്കും അല്ലേ? ന്യൂ പെൻസിൽ ഹോട്ടലിന്റെ പുറകിലല്ലേ നിങ്ങൾ? പെൻസിലിന്റെ തൊട്ടുപുറത്ത് അതായത് റഫ പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് അതായത് ഗുബൈബയുടെ ഉള്ളിൽ കയറിയിട്ട് ന്യൂ പെൻസിൽ ഹോട്ടൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ് ഉണ്ടോ? ഇൻസ്റ്റാൾമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് ടാബ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ ടാബ് എല്ലാവർക്കും ഒന്നും കിട്ടില്ല, കിട്ടുന്നവർക്ക് നമുക്ക് ടാബ് ചെയ്ത് കൊടുക്കാം. പ്രശ്നം അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടും. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടും. അതെ യു എയിലുള്ള എല്ലാവർക്കും അറിയാം. ടാബ് ഇല്ലാത്ത ആൾക്കാരില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇസ്കിയിട്ട് നിങ്ങൾക്ക് ഫോൺ എടുക്കാം. ഇപ്പോൾ 2000-3000 ദിർഹമുള്ള ഫോണുകൾ വളരെ 4 ഇതായിട്ട് നിങ്ങൾക്ക് ടാബ് ആയിട്ട് കൊടുത്ത് കിട്ടും. ഓക്കെ ഇനി ഡെലിവറി എവിടെ ഉണ്ട്? ഡെലിവറി നമുക്ക് സൗദിയിൽ കൊടുക്കാം, അതേമാതിരി യു എയിൽ 24 ഹവേഴ്സിനുള്ളിൽ കൊടുക്കാം. ഡെലിവറി കൊടുക്കാം നമുക്ക്. സൗദിയിലാണെന്നുണ്ടെങ്കിൽ ലേശം ഇല്ല, ഒരു 10 ദിവസം 15 ദിവസം എടുക്കും, എന്നാലും നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒമാൻ ഒമാനൊക്കെ നമുക്ക് കൊടുക്കാം. GCC നമുക്ക് കൊടുക്കാം. GCC എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതെ ഓൾ GCC ഡെലിവറിന്റെ വെച്ചാൽ നിങ്ങൾക്ക് ഫോണുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇതിലൊക്കെ നമ്മൾ എല്ലാത്തിനും ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. ഈ സാധനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റ് ബാറ്ററി പെർസെൻറ്റേജ് അടക്കം വേറെ ലെവലിൽ നിങ്ങൾക്ക് പറഞ്ഞത് ഓൾ GCC നിങ്ങൾക്ക് ഡെലിവറി കിട്ടും. വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഇതിന്റെ വാറണ്ടി നിങ്ങൾ കൊടുക്കുന്നത്? വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും സംശയമാണ്. കാരണം റിപ്പയർ വാറണ്ടി ആണോ റീപ്ലേസ്മെന്റ് വാറണ്ടി ആണോ? നമ്മൾ കൊടുക്കുന്ന വാറണ്ടി 6 മന്ത് റീപ്ലേസ്മെന്റ് ആണ്. 6 മന്ത് റീപ്ലേസ്മെന്റ്. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ കൊടുക്കുന്ന അതേ വാറണ്ടി. കെയർ ഇപ്പോൾ കൊടുക്കുന്ന വാറണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഡാമേജ് അവർ അക്സെപ്റ്റ് ചെയ്യൂല, അതേപോലെ ഫിസിക്കൽ ഡാമേജ് അവർ അക്സെപ്റ്റ് ചെയ്യൂല. ഈ 2 കാരണങ്ങളല്ലാണ്ട് അവർ എന്ത് പ്രശ്നത്തിൽ കൊടുത്തിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, നമുക്ക് മാറ്റി കൊടുക്കാം. ഏകദേശം 6 മാസം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് കൊടുക്കുന്നത് അല്ലേ? യൂസറിനാണെങ്കിലും നോൺ ആക്റ്റീവ് ആക്റ്റീവിനൊക്കെ സെയിം വാറണ്ടി ആണോ? നമ്മൾ സെയിം വാറണ്ടി. നമ്മുടെ ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റ് ഏതെടുക്കണോ അവർക്ക് സെയിം വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ 6 മാസം വാറണ്ടിയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ചില ആളുകളൊക്കെ ഇപ്പോൾ കമന്റ് അപ്പോൾ നമുക്ക് നെഗറ്റീവ് കമന്റ് അങ്ങനെ വളരെ ചുരുക്കമാണ് നമുക്ക് വരാറുള്ളത്. പോസിറ്റീവ് കമന്റുകൾ ഒരുപാട് വരാറുണ്ട്. ഇപ്പോൾ നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയാനുള്ളൂ. അപ്പോൾ ഒരു പയ്യന് ഇവിടുന്ന് ഫോൺ എടുത്തിട്ട് ഒരു ദിവസം കൊണ്ട് ഏതൊരു ഫോൺ എടുത്തു
അവന് ഫോൺ എടുത്തു 1 മാസമായി. ഓക്കെ, ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഞാൻ 6 മാസം വാറന്റി കൊടുത്തിട്ടുണ്ട്, മാറ്റി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. ആ ഫോൺ അയച്ചിട്ട് അതായത് 3 ദിവസമായിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടിയിട്ട് 1 ദിവസമായിട്ടുള്ളൂ, ഒരു 2 ദിവസമായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഈ സാധനം ചെക്ക് ചെയ്ത് കംപ്ലൈന്റ് ചെക്ക് ചെയ്ത് പിറ്റേ ദിവസം മാറ്റി വിട്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതിന് പോലും ക്ഷമ അല്ലാണ്ട് കംപ്ലൈന്റ് വന്ന പാടും ഫേസ്ബുക്കിലെ കമന്റ്, ഫേസ്ബുക്കിൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഓനെ പറ്റിച്ചു. ഒരിക്കലും നമ്മൾ ഒരാളെ പറ്റിക്കാൻ വെച്ചോടിച്ചില്ല. അവർക്ക് നമ്മൾ വാറന്റി 6 മാസം കൊടുക്കുന്നുണ്ട്. ആ വാറന്റി എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്നിട്ട് മാറ്റാം. ഒരു ടെൻഷനില്ല, 6 മാസത്തിൽ നമ്മൾ മാറ്റി കൊടുക്കും. എന്ത് കംപ്ലൈന്റ് ഉണ്ടല്ലോ നമ്മൾ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതേമാതിരി ഓൻ പറഞ്ഞ നമ്മൾ പറഞ്ഞു ഓൻ്റെ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു. പറ്റിച്ചു എന്ന് പറയുന്നത് ഒന്നുമില്ല. പറ്റിക്കണമെങ്കിൽ നമ്മൾ അവന്റെ പൈസയും കൊണ്ട് മുങ്ങണം. അല്ലാന്നുണ്ടെങ്കിൽ ഓന്റെ ഫോൺ ഓനെ ഇവിടെ തന്നിട്ട് പിന്നെ നമ്മൾ ഫോണിന്റെ അടുത്ത് ഇല്ലാന്ന് അങ്ങനെ പറയണം. അതാണ് പറ്റിക്കല്. ഇത് പറ്റിക്കലല്ല, നമ്മൾ ചെയ്തു കൊടുക്കാന്നും പറഞ്ഞു. എനിക്ക് ക്ഷമല്ലാത്തതിന്റെ പ്രശ്നം. ചില പലതരം മനുഷ്യന്മാരാണ്. അതെ, അപ്പൊ ഇതാണ് നമ്മൾ ഇപ്പോൾ റീസ്റ്റോറിന് ചെയ്യുന്ന വീഡിയോസ് എല്ലാം 6 മാസം വാറന്റി തരുന്നുണ്ട്, റീപ്ലേസ്മെന്റ് വാറന്റി തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും പറ്റിപ്പോ ഈ സാധനം മൊബൈലൊക്കെയാണ് നമുക്കറിയാം, പുതിയ ഫോൺ മേടിച്ചാലും കംപ്ലൈന്റ് വരും. പ്രത്യേകിച്ച് നമ്മളൊരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100% വിശ്വസിക്കുന്ന ആളുകൾ മേടിക്കുന്നത്, ആ ആളുകൾക്ക് ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും വരില്ല. ഇതിപ്പോൾ കംപ്ലൈന്റ് എന്തെങ്കിലും കാര്യങ്ങളുടെ കംപ്ലൈന്റ് വന്നാലും ഈ സാധനം ഇവർ 6 മാസം വാറന്റി ഉണ്ട്, അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റി തരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക, ഇവരെ അറിയിക്കുക, സാധനം ഇവിടെ നിന്ന് എത്തിക്കുക എന്നുള്ളത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളുടെ പൈസ ഒരു 100% ഷുവറായിട്ട് പോവില്ല അല്ലേ? പിന്നെന്താ ചെയ്ത് കൊടുക്കും. നമ്മളൊരു പൈസ കൊണ്ട് ഒന്നും ചെയ്യാനേ പോകില്ല. നമ്മൾ വേറെ പൈസ എന്തായാലും കൊടുക്കും. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല, 5 ദിവസം സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം 2 ദിവസം കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമായിരിക്കും, പെട്ടെന്ന് ക്ലിയർ ആയി കൊടുക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ മച്ചന്മാരെ. അപ്പോൾ അതും കൂടെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത ഇനിയിപ്പോൾ ഇപ്പോൾ ഈ ഫോൺ മേടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കൊടുക്കേണ്ടതിനൊപ്പം നമുക്ക് സ്ക്രീൻ കാർഡ്, കേസ്, കേബിളും ചെയ്ത് കൊടുക്കാം. 15 സീരീസ് ആകുമ്പോൾ കേബിൾ ഉണ്ടാവില്ല, ചില മോഡലിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് നമുക്ക് കിട്ടി നമ്മൾ കൊടുക്കും. അതേമാതിരി 40 സീരീസിന് നമുക്ക് കേബിൾ കൊടുക്കാം. 50 സീരീസ് ആകുമ്പോൾ ഒറിജിനൽ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം കാര്യങ്ങളെല്ലാം കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്, ഫോണുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്കും കമന്റ് ഒക്കെ ഇട്ടിട്ട് വേറെ ലെവലാക്കിയിട്ടോ. അപ്പോൾ ലൈക്കും കമന്റ് ഒന്നും ഇടാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ. കമന്റ് അതെ വാച്ച് നോക്കണ്ട. ഈ വീഡിയോ നമ്മൾ 3 നാളെ തന്നെ വാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമന്റുകൾ നല്ല കിഡിലും കമന്റുകൾ പോകുന്നോട്ടെ. ആൾക്കാർക്ക് വാച്ച് കൊടുക്കണ്ടേ? അത് വരുമല്ലോ അവര്. 3 നാൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ റീസ്റ്റോറിൽ വരിക, ദുബായ് റീസ്റ്റോറിൽ വരിക. അപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ സൗദിയിലുള്ള ആളോ, ഇന്ത്യയിലുള്ള ആളോ, ഒമാനിലുള്ള ആളോ, ദുബായിലുള്ള ആളോ, എവിടെ ആണെങ്കിലും, ദുബായിലാണെങ്കിൽ നേരിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെ ആരെങ്കിലും കൂടെ പറഞ്ഞു വിടുക. ഇവിടെ സാധനം വന്നാൽ റീസ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 3 നാൾ പറഞ്ഞെടുത്ത 3 ആൾക്കും ഓരോ വാച്ചുകൾ വരും കിട്ടുന്നതായിരിക്കും. അതേപോലെ ഈ വീഡിയോയിൽ കമന്റ് ഇടുന്ന ആൾക്കാർക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ ആരൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. 3 ആൾക്ക് അതിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ വേറെ ലെവലിൽ കമന്റും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ വീഡിയോയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ കമന്റ് കണ്ടിട്ട് ഇടുക. എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞ ഫോണിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ചോ റീസ്റ്റോറിനെ കുറിച്ചോ BBയെ കുറിച്ചോ ഒക്കെ നിങ്ങൾ ഇട്ടോ. പക്ഷേ വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ കുറിച്ചുള്ള അഡ്വൈസ് കാര്യങ്ങളൊക്കെ അതും കൂടെ ഇട്ടോട്ടെ. അതെ, നമ്മളിപ്പോൾ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒരു കമന്റ് ഇട്ടോട്ടെ. അതെ, അപ്പോൾ എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കമൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. നിങ്ങളുടെ ഫോൺ ഏതാ വേണ്ടുന്നിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൺ കൊണ്ടുവരണമെന്നുണ്ടോ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, അതിനെക്കുറിച്ച് പറഞ്ഞോ. അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആരൊക്കെ വിവോ X200 വേണമെന്ന് പറഞ്ഞായിരുന്നു, അത് നമ്മൾ അടുത്തൊരു പുതിയ ഒരു വീഡിയോ ഇടുന്ന സമയത്ത്, പുതിയ ഫോണിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യണമായിരിക്കും. ഇപ്പോൾ എന്തായാലും തൽക്കാലം നിങ്ങൾ ഇതുകൊണ്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെടും. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു.